ഏവർക്കും ഈ ബാച്ചിലറിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാകം ചെയ്യുന്നത് പാരമ്പര്യത്തിൻ്റെയും രുചിയുടെയും ലോകത്തെ അതിശയമായ ചിക്കൻ ബിരിയാണിയാണ്. മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് രാജകീയ അടുക്കളയിൽ ജന്മമെടുത്ത ഈ വിഭവം ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. കാലങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ കച്ചവടക്കാർ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങളും നമ്മുടെ നാടൻ പച്ചക്കറികളും ഒത്തുചേരുന്നതാണ് ഈ വിഭവത്തിൻ്റെ അടിത്തറ. മലബാർ തീരത്തെ കപ്പലുകളിൽ നിന്ന് വന്ന കശുവണ്ടിയും പണ്ടേതോ പേർഷ്യൻ വ്യാപാരികൾ കൊണ്ടുവന്ന ഉണക്കമുന്തിരിയും സ്വർണ്ണ നിറമാകും വരെ വറുത്തുള്ളിയും ചേർന്ന് ബിരിയാണിയുടെ ആദ്യത്തെ രുചി സൃഷ്ടിക്കുന്നു. ഇനി കുക്കറിലേക്ക് നമ്മുടെ പ്രധാന ചേരുവകളെല്ലാം ഓരോന്നായി ചേർക്കണം. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കേരളത്തിൻ്റെ കറിവേപ്പില, കാശ്മീരിൽ നിന്നുള്ള ഏലക്കായ, അങ്ങ് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പെരിഞ്ചീരകവും ഗ്രാമ്പൂവും. ഓരോ സുഗന്ധദ്രവ്യവും ഒരു പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതിനിധിയാണ്. ഇനി ഇതിലേക്ക് ചിക്കനും തൈരും ചേർത്തിളക്കി നമ്മുടെ പാചക ചരിത്രം നമുക്ക് ഓർമ്മിക്കാം. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നീ പൊടികൾ ചേർത്ത് ചിക്കന് മികച്ച രുചി ഉറപ്പാക്കുന്നു. ഇനി പച്ചപ്പിനായി ബിരിയാണിയിൽ പുതിനയിലയും മല്ലിയിലയും ചേർക്കുന്നു. ഇവ ബിരിയാണിക്ക് പ്രാദേശിക സ്വാദും ഗന്ധവും നൽകുന്നു. അവസാനമായി തെക്കൻ കേരളത്തിൻ്റെ സ്വന്തം ജീരകശാല അരി, തലമുറകളായി ബിരിയാണിക്ക് വേണ്ടി കർഷകർ കരുതി വെച്ച വിശിഷ്ട ഇനം. നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽ ഇവ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. ഇനി പ്രഷർ കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ കേൾക്കുന്നത് വരെ കാത്തിരിക്കാം. ഓരോ തുള്ളി നീരാവിയിലും ചരിത്രവും പാരമ്പര്യവും സ്നേഹവും കരുതലും കലർന്നിരിക്കുന്നു. ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി തയ്യാർ. പഴമയും പുതുമയും ഒരുമിച്ച് അണിനിരക്കുന്ന ഈ വിഭവം കേരളത്തിൻ്റെ ആധുനിക അടുക്കളകളിലെ സമയത്തിൻ്റെ ലാഘവും പാരമ്പര്യത്തിൻ്റെ ആഴവും ഒരുമിച്ച് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നല്ല വിശപ്പോടെ മാത്രം ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.